നമ്മൾ പോകുന്നത് ഛത്തീസ്ഗഡിലേക്കാണ്. അവിടെ മാവോയിസ്റ്റ് ദമ്പതികൾ കീഴടങ്ങിയെന്ന വാർത്ത വരുന്നുണ്ട്. ധനുഷ് എന്ന മുന്നയും ഭാര്യ റോണി എന്ന തുലയുമാണ് കീഴടങ്ങിയത്. സംസ്ഥാന സർക്കാരിന്റെ കീഴടങ്ങൽ പുനരധിവാസ നയത്തിൽ ആകൃഷ്ടരായാണ് കീഴടങ്ങുന്നതെന്ന് മാവോയിസ്റ്റുകൾ പറഞ്ഞു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഛത്തീസ്ഗഡിൽ ഏറെക്കാലമായി ഇത്തരത്തിലുള്ള നടപടികൾ പുരോഗമിക്കുകയായിരുന്നു. ഇപ്പോൾ മാവോയിസ്റ്റ് ദമ്പതികൾ കീഴടങ്ങിയെന്നുള്ള വാർത്ത വരുന്നല്ലോ. എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാകും? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രവിത. രാജ്യത്ത് മാവോയിസ്റ്റുകൾക്കെതിരെ ശക്തമായ നടപടികൾ പുരോഗമിക്കുകയാണ്. വരുന്ന 2026 മാർച്ച് 31 മുമ്പായി മാവോയിസ്റ്റുകളെ തുടച്ചു നീക്കുമെന്നാണ് ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി എന്നാൽ മാവോയിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞയാഴ്ച ഒരു കത്ത് 3 സംസ്ഥാന സർക്കാരുകൾക്ക് മുഖ്യമന്ത്രിമാർക്ക് നൽകിയിരുന്നു. ഇതിൽ വരുന്ന ഫെബ്രുവരി 26 വരെ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കത്ത്. അതിനു മുമ്പായി കീഴടങ്ങൽ സംബന്ധിച്ച തീരുമാനമെടുക്കാം എന്നും ഈ കത്തിൽ അറിയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി കൂടിയാണ് ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിലെ 2 മാവോയിസ്റ്റ് നേതാക്കൾ, അവർ ദമ്പതികളാണ്. ഇരുവരും കഴിഞ്ഞ ദിവസം വൈകിട്ട് പോലീസിന് മുന്നിലെത്തി ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നത്. ധനുഷ് എന്ന മുന്നയും ഭാര്യ റോണി എന്ന തുലയുമാണ് കീഴടങ്ങിയിരിക്കുന്നത്. ഇരുവരും സംസ്ഥാന സർക്കാരിന്റെ കീഴടങ്ങൽ പുനരധിവാസ നയങ്ങളിൽ ആകൃഷ്ടരായാണ് കീഴടങ്ങുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും തലയ്ക്ക് 20 ലക്ഷം രൂപ പാരിതോഷികം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. സമീപകാലത്തായി ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയ്ക്ക് ഉൾപ്പെടെ നേരെയുണ്ടായ നിരവധി ആക്രമണ കേസുകളിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. എന്നാൽ ഇത്തരത്തിലുള്ള കീഴടങ്ങൽ പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. 2 ദിവസം മുമ്പ് സമാനമായി തന്നെ ആന്ധ്രാപ്രദേശിലും 37ഓളം മാവോയിസ്റ്റുകൾ കീഴടങ്ങിയിരുന്നു. ക്രിസ്റ്റീന, പ്രവിത. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.